PSC പരീക്ഷാ ക്രമക്കേടിൽ കേസെടുക്കുന്നതിൽ നിന്ന് തീരുമാനമുണ്ടായേക്കും. അന്വേഷണം നടത്തണമെന്ന ശുപാർശ ചെയ്തുള്ള SITയുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് DGPക്ക് കൈമാറും. വിശദാംശങ്ങൾ TV പ്രസാദ് നൽകും. TV പ്രസാദിലേക്ക് വീണ്ടും പോവുകയാണ്. TV പ്രസാദ്, അപ്പോൾ ഇന്ന് ചേരുന്ന PSC യോഗത്തിൽ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ട് ചർച്ചയാകും. എന്തായാലും ഈ കേസിൽ ഇന്നിപ്പോൾ തീരുമാനം എങ്ങനെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേസെടുക്കുന്നതിൽ? ശ്രുതി, PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം തന്നെയാണ് ഇന്ന് ചേരുന്നത്. നമുക്കറിയാവുന്നതുപോലെ PSC കമ്മീഷൻ യോഗം എന്നാണ് പറയുക. എല്ലാ അംഗങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ചെയർമാൻ അടക്കമുള്ള യോഗമാണ്. എല്ലാ തിങ്കളാഴ്ചയും ചേരുന്ന യോഗം ഇന്ന് ചേരുമ്പോൾ ഇന്നത്തെ പ്രത്യേകതയുള്ളത് ആഭ്യന്തര വിജിലൻസിന്റെ റിപ്പോർട്ട് ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ്. ആഭ്യന്തര വിജിലൻസ് നമുക്കറിയാം PSCയിൽ ഒരു പ്രത്യേക വിജിലൻസ് സംവിധാനമുണ്ട്. നേരത്തെ ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയുടെ ക്രമക്കേട് പുറത്തു വന്നതിന് പിന്നാലെ ഇങ്ങനെ ചേർന്ന യോഗം അന്വേഷിക്കാൻ തീരുമാനിച്ചെങ്കിലും PSC ചെയർമാൻ MR ബൈജു അത് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തിയ വിവരം ഇതിനകം തന്നെ നേരത്തെ പുറത്തു വന്നിട്ടുള്ളതുമാണ്. അവിടെ MR ബൈജുവിന്റെ കീഴിലുള്ള പരീക്ഷാ കൺട്രോളർ എന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് അത് അന്വേഷിപ്പിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വാർത്ത പുറത്തു വന്ന പ്രകാരം അതുകൊണ്ടാണ് പിന്നീട് PSC യോഗം ചേർന്ന് ആഭ്യന്തര വിജിലൻസ് തന്നെ അന്വേഷിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതും അങ്ങനെ തീരുമാനമുണ്ടാകുന്നതും. ഇതിൽ വീഴ്ച സംഭവിച്ചു എന്ന ആഭ്യന്തര വിജിലൻസിന്റെ റിപ്പോർട്ട് ഇന്ന് പരിഗണിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൽ നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മറുഭാഗത്ത് പ്രത്യേക അന്വേഷണ സംഘം അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ PSCയിലെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ തന്നെ ഏതാണ്ട് 30-ലധികം ഗൗരവമുള്ള പരാതികൾ കിട്ടിയെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിയിലേക്ക് നീങ്ങുന്നു. നമുക്കറിയാം, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, പ്രത്യേക അധികാര പരിധിയുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് നിയമോപദേശം തേടിക്കൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനയെല്ലാം നടത്തുന്നുണ്ട്. എന്തായാലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന ആഭ്യന്തര വിജിലൻസിന്റെ റിപ്പോർട്ട് ഇന്ന് PSC യോഗത്തിന്റെ മുമ്പാകെ വരുമ്പോൾ എന്ത് നിലപാടെടുക്കും എന്ന കാര്യത്തിൽ എല്ലാവർക്കും കൗതുകമുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടരുകയുമാണ്. ശ്രുതി, കീർത്തന. ശരി, വ്യക്തമാണ്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.